മുന്നേവരും പ്രേസ്കർ എൻ്റെ പേര് മഞ്ജു ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ മക്കള് സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തികൾ എല്ലാവരും വളരെയധികം വിലപ്പെട്ടാണ്, പ്രഷ്യസ് ആണ്. സേറ്റൻ അവൻ്റെ ഒരു വർക്കുമായിട്ട് നമ്മുടെ നേരെ വരാൻ സാധിക്കട്ടെ. അവൻ്റെ മുമ്പിൽ, സേറ്റൻ്റെ മുമ്പിൽ നമ്മൾക്ക് വേണ്ടി മേശ ഒരുക്കുന്നവനാണ് കർത്താവ്, അല്ലെ? അപ്പോൾ ഈ 2026 നമുക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുമ്പോൾ ദൈവത്തിനെ, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്ത് നമുക്ക് മനസ്സാണെങ്കിൽ നമ്മളെ ഉയർത്താൻ, നമ്മളുടെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ ഉയർത്താനും മനസ്സുള്ളവനാണ് യേശുക്രിസ്തു, അല്ലെ? അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നവൻ, അല്ലെ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് യേശുക്രിസ്തു. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച സംസാരിക്കും. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ് മൈറ്റി ഗോഡ്. കർത്താവെ നന്ദി പിതാവ്. കർത്താവെ ലോർഡ് ഫാദർ, ഞങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാനും ഞങ്ങളുടെ തലയെ അനോയിന്റ് ചെയ്യാനും, ഓയിൽ കൊണ്ട് അനോയിന്റ് ചെയ്യാനും മനസ്സുള്ള ഒരു ദൈവമാണ് കർത്താവ്, ഞങ്ങളുടെ ദൈവം. കർത്താവ്, ഞങ്ങൾ വീണു പോകാൻ അങ്ങ് ഒരിക്കൽ പോലും താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളെ ജയാളികളാക്കി നിർത്തുന്നതിനാണ് അങ്ങ് എന്നും താല്പര്യപ്പെടുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളോട് സംസാരിക്കണം ഹോളി സ്പിരിറ്റ് ഗോഡ്. പിതാവേ, അങ്ങേക്കായിട്ട് അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. യേശുനാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. ജനസിസ് 26 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ആദ്യം, പിന്നെ 12 തൊട്ട് 33 വരെയുള്ള വാക്കുകൾ ഒന്ന് പെട്ടെന്ന് വായിക്കാം. വായിച്ചു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് സംസാരിച്ചിട്ട് ഉൽപ്പത്തിന്റെ അധ്യായം 26, ജനസിന്റെ 26 1 തൊട്ട് 5 വരെയുള്ള വാക്ക് ആദ്യം, പിന്നെ 12 തൊട്ട് 33 വരെയുള്ള വാക്കുകൾ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമലേക്കിന്റെ അടുക്കൽ പോയി. അപ്പോൾ നമുക്കറിയാം എബ്രഹാമിന്റെ കാലത്തുണ്ടായ ഫാമിനെ പറ്റി ജനസിന്റെ 12, ഉൽപ്പത്തിന്റെ 12 പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ ഐസക്ക് ഗെരാരിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമലേക്കിന്റെ അടുത്തേക്ക് പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും, നിന്റെ പിതാവായ എബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. എബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗം, കൽപ്പനയും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശം ഒക്കെയും കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, അല്ലെ? അവിടെ വളരെ വരൾച്ച, ക്ഷാമത്തിന്റെ കാലം നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷാമം കഠിനമായി കഴിഞ്ഞപ്പോഴേക്കും ഐസക്ക് ഗെരാർ, അല്ലെ, ഫിലിസ്ത്യരുടെ സ്ഥലമായിട്ടുള്ള ഗെരാറിലേക്ക് പോകുന്ന അബീമേലെക്കാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ ദൈവം ഇങ്ങനെ ഐസക്കിനോട് പറയാ, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ കാണിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ താമസിക്കുക, അവിടെ ഞാൻ നിന്നെ വലുതാക്കും, കാരണം എനിക്കുള്ള എബ്രഹാമിനോടുള്ള ആ ഒരു വാക്ക് ഉണ്ട്, അല്ലെ? എബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് നിയോഗം, കൽപ്പനയും ചട്ടങ്ങളും എല്ലാം പ്രമാണിച്ചുകൊണ്ട് നടന്നുകൊണ്ട് എബ്രഹാമിന്റെ മകനായ ഐസക്കിനോടും ദൈവം അതേ കരുണ കാണിക്കും. അപ്പൊ നമ്മളുടെ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് തൃപ്തി വരുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനവും കേട്ടുകൊണ്ട് നമ്മൾ നടക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടും ദൈവം ആ കരുണ കാണിക്കും, അല്ലെ? അപ്പൊ നമ്മള് ദൈവത്തോട് എന്താ പറയാ, അത് ഫെയ്ത്ത്ഫുൾ ആയിട്ടൊരു ജീവിതം, ട്രസ്റ്റ് വർത്തി ആയിട്ടൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മുടെ തലമുറയിൽ മൊത്തം ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം, അല്ലെ? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്തതി പരമ്പരകളെ മൊത്തം, അല്ലെ, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിൽ നക്ഷത്രത്തെ പോലും വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല ജാതികൾ അനുഗ്രഹിക്കും. എബ്രഹാം നല്ലതായതുകൊണ്ട് എബ്രഹാം വഴി ലോകത്തെ മൊത്തം അനുഗ്രഹിക്കുന്നു പറഞ്ഞിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ ദൈവം ഇവിടെ ഐസക്കിനോട് പറയും, നീ പണ്ട് നിന്റെ ഫാദർ പോലെ മിസ്രൈം രാജ്യത്തേക്ക് പോകരുത്. അപ്പൊ അവിടെ പോയ കാര്യം നമുക്കറിയാം എന്ന കാര്യമാണ്. 12ാമത്തെ ചാപ്റ്ററിൽ ജനസിന്റെ 12ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, സാറയും എബ്രഹാമും കൂടെ, പിന്നെ അന്ന് ലോത്തും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഈജിപ്തിലേക്ക് പോകുന്നു. അപ്പൊ സാറയോട് എബ്രഹാം പറയുന്നു, നീ എന്റെ സഹോദരിയാണെന്നേ പറയാവുള്ളൂ, കാരണം നീ വളരെ മനോഹരിയായ സ്ത്രീയാണ്. അത് എന്താ പറയുന്നത്, ഫറവോ നോക്കുമ്പോ ഫറവോന്റെ അടുത്തേക്ക് സാറനെ പറ്റി ഉള്ള റിപ്പോർട്ട് ചെല്ലുന്ന ഫറവോ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെ? പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത്രത്തോളം പറ്റുള്ളൂ. പക്ഷെ ഫറവോന്റെ കുടുംബത്തെ ദൈവം പ്ലേ
പ്ലേഗ് കൊണ്ട് വ്യാധികൾ കൊണ്ട് വലയ്ക്കുന്നു അല്ലെ. എനിവേ അവിടുന്നെല്ലാം എബ്രഹാം സാറയും ലോത്തുമായിട്ടെല്ലാം അവിടുന്ന് പോരുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യം 12ാമത്തെ ചാപ്റ്ററിൽ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്ന കാര്യം. അപ്പൊ അതുപോലെ പ്രശ്നം ഉണ്ടാക്കണം. നീ ഇപ്പൊ ഇവിടെ തന്നെ ഗരാരിൽ തന്നെ നിന്നാ മതി, ഈ ഫിലിസ്തീന്മാരുടെ രാജ്യത്തായിട്ടുള്ള ഗരാലിൽ നിന്നാ മതി എന്ന് ഇങ്ങനെ ദൈവം ഐസക്കിനോട് പറയുന്നു അല്ലെ. ഞാൻ നിന്നെ ബ്ലസ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇനി അബിമലേക്ക് എന്നുള്ള പേരിനെ പറ്റി പറയട്ടെ. അബിമലേക്കാണ് രാജാവായിരുന്നു. ഈ സമയത്ത് ഫിലിസ്തീൻ രാജാവായിട്ട് അബിമലേക്കായിരുന്നു പറയുന്നത്. അപ്പൊ നേരത്തെ ഒരു അബിമലേക്കിനെ പറ്റി നമുക്ക് 20ാമത്തെ ചാപ്റ്ററിലൊക്കെ എന്താ പറയുക, ഈ എബ്രാഹുമായിട്ട് ഒരു കവനന്റ് ഒക്കെ വെക്കുന്ന ഒരു അബിമലേക്കിനെ പറ്റിയാണ്. അപ്പൊ ഈ അബിമലേക്ക് എന്ന് പറയുന്നത് അതൊരു സ്ഥാനപ്പേരാണ്. രാജാവ് എന്നുള്ളതിന്റെ ഒരു സ്ഥാനപ്പേരാണ്. അത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള പേരല്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടൈറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അബിമലേക്ക് എന്ന് വെച്ചാൽ ഫറോ എന്ന് പറയുമ്പോ, ഈജിപ്തിന്റെ രാജാവ് ഫറോ എന്ന് പറയുമ്പോ കണ്ടമാനം ഫറോസ് ഉണ്ടല്ലോ. മോസസിന്റെ കാലത്ത് ഫറോ ഉണ്ട്. ഇപ്പൊ എന്താ പറയുക, എബ്രഹാമിന്റെ കാലത്തൊക്കെ ഫറോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫറോ തന്നെ മോസസിന്റെ കാലത്തും എല്ലാം ഇങ്ങനെ ജീവിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വെച്ചാൽ ഫറോ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന രാജാക്കന്മാരെ ഇങ്ങനെ മഹാരാജാവ് എന്നൊക്കെ പറയുന്ന ഒരു പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അബിമലേക്ക് എന്നുള്ളത് ഐസക്കിന്റെ കാലത്തുള്ള അബിമലേക്ക് അല്ല, എബ്രാഹിമിന്റെ കാലത്തുള്ള അബിമലേക്ക് അല്ലെ. ചിലപ്പോ എബ്രാഹിമിന്റെ കാലത്തുള്ള അബിമലേക്കിന്റെ മകനായിരിക്കും ഈ അബിമലേക്ക്. അപ്പൊ അബിമലേക്ക് എന്നുള്ള പേര് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക, നമുക്ക് കാണാൻ പറ്റും. അബ്ബ എന്ന് പറയുമ്പോൾ അത് ഹീബ്രു അല്ലെ വേർഡ് പിതാവ് എന്ന് പറയുന്നത്. മെലേക്ക് എന്ന് പറഞ്ഞ രാജാവ് അല്ലെ. എന്റെ പിതാവ് രാജാവായവൻ ഞാനും രാജാവായവൻ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു പ്രിൻസ് അല്ലെ, രാജകുമാരൻ എന്നുള്ള ഒരു രീതിയിൽ വിളിക്കുന്ന ഒരു പേര് അബിമലേക്ക്. അപ്പൊ ഇനി 6 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ സ്കിപ്പ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് 12ാമത്തെ വാക്കോട്ട് വായിക്കുവാണ്. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. അപ്പൊ ഗെരാർ തന്നെ ദൈവം പറയുന്ന അനുസരിച്ചിട്ട് ഇസഹാക്ക് അവിടെ താമസിക്കാൻ തുടങ്ങി അല്ലെ. ഇനി ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ലോകത്ത് മൊത്തം ക്ഷാമം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവം ഐസക്കിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ ഫാദർ പണ്ട് പോയ പോലെ ഈജിപ്തിലേക്ക് നീ പോകരുത്. നീ ഈ ഫിലിസ്ത്യന്മാരുടെ സ്ഥലമായിരിക്കുന്ന ഗെരാറിൽ താമസിച്ചാൽ മതി. ഞാൻ നിന്നെ വലുതാക്കിക്കോളാം എന്ന് പറയുന്നു അല്ലെ. അങ്ങനെ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടുകൊണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട്, ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഐസക് ആ സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ വിതയ്ക്കാൻ തുടങ്ങുന്നു. വിതച്ചു കഴിഞ്ഞപ്പോ 100 മേനി, ക്ഷാമം നടക്കുന്ന സമയത്തും കൂടെ 100 മേനി കൊയ്യുവാന്ന് വിചാരിച്ചു അല്ലെ. ക്ഷാമം നടക്കുന്ന സമയത്ത് കൂടെ ഐസക്ക് 100 മേനി കൊയ്യുവാണ്. ഐസക്കിന്റെ പണം എന്താ പറഞ്ഞ, ദൈവം അനുഗ്രഹിക്കും തോറും അയാളങ്ങോട്ട് പ്രോസ്പെറസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക, മഹാധനവാനായി തീരുകയോ ചെയ്തിരിക്കുന്നു. മാട്ടിൻകുട്ടികളും വളരെ ദാസന്മാരും എല്ലാം ഉണ്ടായിട്ട് ഫിലിസ്ത്യർക്ക് അവരോട് തന്നെ അസൂയ തോന്നുന്നു. അത്രയൊക്കെ അധികം. ബാക്കി ചുറ്റോടി ചുറ്റാൻ ക്ഷാമം, ഒരുത്തിന് ഇവിടെ പണക്കാരനും ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇനി ഇവൻ പണക്കാരനായി കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവരെന്ത് ചെയ്യാൻ നോക്കിയാണ്. അപ്പൊ ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. 14ാമത്തെ വാക്ക് പറഞ്ഞത്, ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവന്റെ പിതാവ് എബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും വലിയവനായതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഗെരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു അവിടെ പാർത്തു. അപ്പൊ നമ്മൾ 20ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും, അബീമേലെക്ക്, ആദ്യത്തെ അബീമേലെക്ക്, ഈ അബീമേലെക്കിനെ എബ്രാഹിമിന്റെ സമയത്തുള്ള അബീമേലെക്ക് ചെന്നിട്ട് എബ്രാഹുമായിട്ട് ഒരു കരാറിലൊക്കെ ഒപ്പിടാൻ പോകുന്നതിന്റെ കാര്യം നമുക്ക്, ഒപ്പിടാനല്ല, കരാറിലൊക്കെ അകപ്പെടാൻ പോകുന്ന കാര്യം നമുക്കറിയാം. കരാർ വെച്ച കാര്യം നമുക്കറിയാം. കാരണം വെച്ചാൽ എബ്രഹാം ഭയങ്കര ധനവാനായിരുന്നു. ഐസക്കിനെ പോലെ തന്നെ വളരെ ധനവാനായിരുന്നു, ഒരു പ്രിൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ
അബ്രഹാം അവരെ അവർക്ക് ദ്രോഹകരമായിട്ടൊരു കാര്യം ചെയ്യരുത്, ഫിലിസ്ത്യർക്ക് ഒന്നും ദ്രോഹം, അബിമലേക്കിനും കൂട്ടാളികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതിന് വേണ്ടി ഒരു കവനന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉടമ്പടിക്കായിട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ എബ്രഹാം അവരോട് ചൂടാവുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറഞ്ഞ എബ്രഹാം കുഴിച്ച ഒരു കിണർ അല്ലെ, കുഴിച്ച കിണറ് ഇദ്ദേഹത്തിന്റെ ഈ അബിമലേക്കന്റെ ദാസന്മാർ അത് സ്റ്റോപ്പ് ആക്കി വെക്കുന്നു, അവരുടേതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ അബ്രഹാം അബിമലേക്കിന് വഴക്ക് പറയുന്നു. പക്ഷെ അബിമലേക്ക് അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിവേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ ഒരു കവനന്റ് ഉടമ്പടിയെല്ലാം ആകുന്നല്ലേ. അപ്പൊ ആ കിണറെല്ലാം അവിടെയുള്ളതാണ്. അപ്പൊ എബ്രഹാമിന്റെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക്കിന് അവന്റെ പിതാവ് വഴി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യണം ഇവരുടെ അസൂയ കാരണം അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, ഐസക്കിന് ദൈവം കൊടുത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിചാരിച്ചു നോക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റില് ദൈവം അനുഗ്രഹത്തെ പറ്റി കാണിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ലാൻഡുകൾ കൊടുത്തു. എബ്രഹാം വളരെയധികം റിച്ച് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ ഐസക്കും വളരെയധികം ധനവാനായിട്ടുള്ള ആളായിരുന്നു. അപ്പൊ ദൈവം അനുഗ്രഹിക്കുന്ന ഇങ്ങനെയാണ് അല്ലെ. സ്പിരിച്വൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരിയായിട്ട് സ്പിരിച്വൽ അവര് അനുഗ്രഹിക്കപ്പെട്ടവര്. പക്ഷെ അപ്പൊ ദൈവം ഇങ്ങനെ ആ അനുഗ്രഹം കാണിക്കുന്നത് എന്താ പറയുക, ഫിസിക്കലി അനുഗ്രഹം കൊണ്ടാണ്. അവർക്ക് ലാൻഡ് കിട്ടുന്നു, അവർക്ക് വളരെ ആടുമാടുകൾ ഉണ്ടാകുന്നു, അവർക്ക് പണം ഉണ്ടാകുന്നു, സ്വർണ്ണം വെള്ളി അല്ലെ. എബ്രഹാം സ്വർണ്ണത്തിലും വെള്ളിയിലും വളരെയധികം ധനവാനായിരുന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ ഫിസിക്കലി ഉള്ള അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കുകയാണ്. ദൈവം കൂടെ നിൽക്കുമ്പോൾ അനുഗ്രഹിക്കുക, ഒരുപാട് കൊടുത്ത് അനുഗ്രഹിക്കുക ചെയ്യുന്നത് അല്ലെ. ഒരുപാട് പണവും സ്വത്തും കൊടുത്ത് അനുഗ്രഹിക്കുക. അപ്പൊ ഈ കിണറെന്നുള്ളത് എബ്രഹാം വഴി എബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ. കിണർ, വെള്ളം എന്ന് പറയുന്ന അവിടെ വെള്ളമില്ലാതെ നമുക്ക് എന്താ പറയാ കൃഷി നടത്താൻ പറ്റത്തില്ല. അപ്പൊ അത് അനുഗ്രഹമായിട്ട് ദൈവം കൊടുത്തോളൂ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാമിന് കിട്ടിയതാകുമ്പോ, എബ്രഹാം മരിച്ചു കഴിയുമ്പോ ഐസക്കിന് ഓട്ടോമാറ്റിക്കലി വരണ്ട. ഐസക്കിന് തന്റെ പിതാവ് എബ്രഹാം വഴി ദൈവം കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്, ഐസക്കിന്റെ മുതല. എന്നിട്ടും കൂടെ ഇവർക്ക് ഈ ഫിലിസ്ത്യന്മാർക്ക് അസൂയ മൂത്തിട്ട് അവരത് ഐസക്കിന്റെ ആ അനുഗ്രഹത്തെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതേ പല കാര്യങ്ങളും എല്ലാം പിശാച് നമ്മുടെ കാര്യത്തിൽ നടക്കുന്നു എന്ന് വിചാരിച്ചു. ശത്രു ഫിലിസ്ത്യൻ എന്ന് പറഞ്ഞാല് ഐഡൽ വർഷിപ്പ് നടത്തുന്ന ആൾക്കാരാ, അല്ലെ വിഗ്രഹാരാധന നടത്തുന്നവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു പിശാചിന്റെ എന്താ പറയുക കൂട്ടത്തിൽ പെടുന്ന പിശാചിന്റെ ടീമിൽ പെടുന്ന ആൾക്കാരാണ് ഈ ഫിലിസ്ത്യന്മാർ അല്ലെ. എന്ന് വെച്ചാൽ പിശാച് ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരാണ് ഫിലിസ്ത്യന്മാര്. ഗോലിയാത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇന്ന് നമ്മുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് പിശാച് ചെയ്യുന്ന. പലരുടെയും കാര്യത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന പല അനുഗ്രഹങ്ങളും യേശു വഴി നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം മിക്കവാറും തന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ നമുക്കതൊരു അനുഗ്രഹമായി തീരാത്ത രീതിയിൽ ശത്രു നമുക്ക് മൂടി വെച്ചിരിക്കുകയാണ് അല്ലെ. അസുഖങ്ങളായിട്ട് നല്ല ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. എന്ന് വെച്ചു കഴിഞ്ഞാല് അസുഖം ശരീരത്തിൽ വരുന്നത് അത് പാപം കൊണ്ടുവരുന്നതാണ് അല്ലെ. പാപം കൊണ്ടുവന്നാണ് മരണം. പാപത്തിന്റെ കൂലിയാണ് മരണം. ആ മരണത്തിലേക്ക് നയിക്കുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലെ. ഈ എന്താ പറയുക, ദാരിദ്ര്യം അത് പാപം വഴി വന്നൊരു കാര്യമാണ്, ഈ ലോകത്തിലേക്ക് വന്നതാണ് അല്ലെ. മനുഷ്യരെ ദരിദ്രരാകുന്നതിന് വേണ്ടി അല്ല ആദത്തിനെ ഈവിനെ ദൈവം സൃഷ്ടിച്ചത് അല്ലെ. ഗാർഡൻ ഓഫ് ഈഡനില് അങ്ങനത്തെ ദാരിദ്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യം അനുഭവിക്കാൻ വേണ്ടിയൊന്നും അല്ല മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത്. ദാരിദ്ര്യം ദൈവത്തിന്റെ കരുണയല്ല, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പൊ ദാരിദ്ര്യവും രോഗവും ഡിവോഴ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും ഫൈനാൻഷ്യൽ പ്രോബ്ലംസും അങ്ങനെ സകല വിധത്തിലുള്ള കാര്യങ്ങളും അല്ല ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പോലും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശത്രു നമ്മൾ അനുഭവിക്കേണ്ട സകല ബ്ലെസ്സിങ്സിനെ അവൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ഐസക്കിന്റെ പിതാവ് വഴി അവന് കിട്ടിയ ഈ കിണറുകളെല്ലാം ഈ ഫിലിസ്ത്യന്മാർ അവരുടെ അസൂയ കാണാൻ അടച്ചു വെച്ചെന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, പിശാച് അത് തന്നെയാണ് നമ്മളുടെ കാര്യത്തിൽ ചെയ്യുന്നത്. ഈ ദൈവം എന്താണ് അതിനെപ്പറ്റി ചെയ്യാൻ പോകുന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഐസക് എന്താണ് ഇതിനെപ്പറ്റി ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 16ാമത്തെ വാക്ക്, അബിമേലെക്ക് ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനായതുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു അവിടെ പാർത്തു.
തന്റെ പിതാവായ എബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചത് എബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീയർ നികത്തി കളഞ്ഞതുമായി കിണർ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരൊഴുകുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ഠയിട്ടു. അവർ തന്നോട് ശണ്ഠയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് ഏശേക്ക് എന്ന് പേര് വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ഠയിട്ടത് കൊണ്ട് അവൻ അതിനെ സിദ്ന എന്ന് പേര് വിളിച്ചു. അപ്പോ അബിമലേക്ക് ഐസക്കിനോട് പറഞ്ഞു, അല്ല, നീ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ, നീ ഞങ്ങളെക്കാളും വലിയവനായിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഐസക് ഒന്നും മിണ്ടിയില്ല. അതിനു മുമ്പ് എങ്ങനെ അബിമലേക്കിന്റെ ആൾക്കാർ ഫിലിസ്തീന്മാര് എബ്രഹാം കുഴിച്ച കിണറും കൂടെ മൂടിയപ്പോ അതിനെപ്പറ്റി ഒന്നും ഐസക് മിണ്ടുന്നില്ല, അതിനെപ്പറ്റി വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ ഐസക് ഒരു വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. അതിന് പകരമായിട്ട് ഐസക് തന്റെ താഴ്വരയിൽ, ഗരാർ താഴ്വരയിൽ താമസിക്കുന്നു. അപ്പൊ അവിടെ കിണർ കുഴിക്കുമ്പോഴും പിന്നെ അടുത്ത പ്രശ്നമായിട്ട് വരുന്നു. പിന്നെയും കിണർ കുഴിക്കുന്നു. ഇവര് ഗരാർക്കാര് അല്ലെ, ഫിലിസ്തീന്മാര് പിന്നെയും പ്രശ്നമായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ഐസക് സൈലന്റ് ആണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഐസക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എല്ലാം കൈയിട്ട് നിന്നുകൊണ്ട് അവന്മാരുടെ അടി കൊണ്ട് കൂട്ടുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന്റെ കൈകളിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്നു, നീവിടെ ആയിരിക്കും, നിന്നെ ഞാൻ ഉയർത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആ വാക്ക് കേട്ടുകൊണ്ടാണ് ഐസക് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ അത് ആ ദൈവത്തിന്റെ വാക്കിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഐസക് ചെയ്യുന്നത്. ഒരു പ്രശ്നത്തിന് പോകാൻ ഐസക് കൂട്ടാക്കുന്നില്ല. പക്ഷെ ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, അല്ലെ, ദൈവം പകരം ചോദിക്കുന്ന ദൈവമാണ്. അപ്പൊ ഇങ്ങനെ ദൈവം ചെയ്യുന്നത്. അവൻ അവിടെ നിന്ന് മാറിപ്പോയി, അല്ലെ. അപ്പൊ ഇവര് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെ. ഐസക്കിന്റെ ദാസന്മാര് കിണർ കുഴിക്കും, ഇവന്മാര് വന്ന് ഫിലിസ്തീന്മാര് ഗെരാറിലെ ആൾക്കാർ വന്ന് പിന്നെയും പ്രശ്നം ഉണ്ടാക്കും. അതന്നെ ചെയ്യുന്നു. അപ്പൊ 22ാമത്തെ വാക്ക്, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ഠയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കിടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുന്നു എന്ന് അവൻ അതിന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അപ്പോ ദൈവം അതുവരെ സൈലന്റ് ആയിരുന്ന ദൈവം പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഐസക്കിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുവരെ ഐസക്കിന്റെ പുറകെ നിന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെ, ഐസക്കിന്റെ കിണറ് അടച്ചു വെക്കാൻ തുനിഞ്ഞിറങ്ങിയിരുന്ന ഫിലിസ്തീന്മാർ ഇപ്പൊ പിന്നെ ഐസക് ഇവിടെ കിണർ കുഴിച്ചോ പിന്നെ ഒരു പ്രശ്നത്തിനും വരുന്നില്ല, അല്ലെ. പിന്നെ 23ാമത്തെ വാക്ക്, അവിടെ നിന്ന് അവൻ ബേർഷേബയ്ക്ക് പോയി. അപ്പൊ പിന്നെ ഐസക്കിന് പ്രശ്നമായിട്ട് ഇവര് വരുന്നില്ലാത്തൊരു കാര്യം നമ്മൾ കാണുന്നത്. പിന്നെ അടുത്തൊരു അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം നേരത്തെ ഒന്നും ഐസക്കിന് വേണ്ടി ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത്? ഈ ആൾക്കാര് ഫിലിസ്തീന്മാര് ഒന്നാമത് അബിമലേക്ക് ഐസക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനും ദൈവം പറഞ്ഞിരിക്കുന്ന ലാൻഡിൽ നിന്ന്, അല്ലെ, നിന്നെ ഞാൻ ഇവിടെ വലുതാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് നിന്റെ സന്തതിക്ക് ലാൻഡൊക്കെ തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ലാൻഡിൽ നിന്ന് പോകണമെന്ന് അബിമലേക്ക് പറയും. അബിമലേക്കിന്റെ സെർവൻസും ബാക്കിയുള്ളവര് ഫിലിസ്തീന്മാരെല്ലാവരും കൂടി, സെർവൻസ് അല്ല, ഫിലിസ്തീന്മാര് ഗെരാറിലുള്ള ആൾക്കാര്, ഷെപ്പേർഡുകൾ എല്ലാവരും കൂടി ഐസക്കിന്റെ കിണറെല്ലാം മൂടി വെച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം സൈലന്റ് ആയിരുന്നത്? കാരണം ദൈവത്തിന് അറിയണം ഐസക് എങ്ങനെയാണ് ഈ കാര്യത്തെ ഒന്ന് മാനേജ് ചെയ്യാൻ പോകുന്നത്. ഐസക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവോ ഇല്ലയോ, അല്ലെ, വിശ്വസിക്കുമോ ഇല്ലയോ, ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയണം. അതിനുവേണ്ടി പക്ഷെ 22ാമത്തെ വാക്കുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ദൈവം പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഐസക്കിന്റെ എന്താ പറയുക, കൂടെ ഉള്ളവര് ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോ അതിന് അവകാശം ചോദിക്കാൻ ആരും വന്നിട്ടില്ല. പിന്നെ 23ാമത്തെ വാക്കിലേക്ക് വരുമ്പോ അവിടെ നിന്ന് ഐസക് ബേർഷേബയിലേക്ക് പോയി, അല്ലെ. ഇനി 24ാമത്തെ വാക്ക് പറയാം, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ എബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. എന്റെ ദാസനായ എബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്ധ്യതയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു, അല്ലെ. അപ്പൊ ദൈവം പിന്നെ അഷ്വർ ചെയ്യുവാണ് ഐസക്കിനോട്, നീ പേടിക്കണ്ട, നീ കാണുന്ന പ്രശ്നത്തെ ഒന്ന് ഓർത്ത് പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എബ്രഹാമിന്റെ ദൈവമാണ്, അല്ലെ. എബ്രഹാമിനോട് ഞാൻ കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ മാറത്തില്ല, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുക. 25ാമത്തെ വാക്ക്, അവിടെ അവനൊരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു.
അടിച്ചു, അവിടെ തന്റെ കൂടാരം അടിച്ചു, അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അപ്പൊ ഇത്രയും പ്രശ്നത്തിന് നടുക്ക് താൻ ആയിരുന്ന സ്ഥലത്ത് തന്നെ ഓടിച്ചു വിട്ട് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് തനിക്ക് തന്നെ ദ്രോഹിച്ച ആൾക്കാരെ അതെല്ലാം അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യാതെ ബേർഷേബയിൽ വന്നിട്ട് ഒരു ഓൾട്ടർ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുക ഐസക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുടെ നടുക്കും ഐസക്ക് സൈലന്റ് ആയിട്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചുരുക്കം അല്ലെ. ഇനിയും 26ാമത്തെ വാക്ക്, അനന്തരം അബിമലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫീക്കോലും ഗരാരിൽ നിന്ന് അവിടെ അവന്റെ അടുക്കൽ വന്നു. ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വന്നു? നിങ്ങൾ എന്നെ ദേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവർ, യഹോവ നിന്നോടുകൂടി ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെ നന്മ മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെ നീ ഞങ്ങളോട് ദോഷം ചെയ്യുകയില്ലെന്നു ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാൻ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ ഭക്ഷിച്ചു പാനം ചെയ്തു. അവർ അധികാലത്ത് എഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് അവനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ വന്നു തങ്ങൾ കുഴിച്ച കിണറിന്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അവൻ അതിന് ഷീബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബേർഷബ എന്ന് പേര്. അപ്പോ ദൈവം ഐസക്കിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള കാര്യം അബിമലേക്കിനും ടീമിനും മനസ്സിലായി. ഇത്രയും പ്രശ്നത്തിന് നടുക്ക് നിന്നുകൊണ്ട് ഐസക്ക് പ്രശ്നങ്ങൾ കുന്നുകൂടുമ്പോഴും ഐസക്ക് ഒട്ടും അനങ്ങുന്നില്ല. ഐസക്കിന് ഒട്ടും ഒരു പ്രശ്നവുമില്ല, ഒരു ദേഷ്യപ്പെടുന്നില്ല, അവരോട് തിരിച്ച് വഴക്കിനുണ്ടാക്കാൻ പോകുന്നില്ല. തന്റെ കാര്യം നോക്കി ഐസക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്നും മാറിക്കൊടുക്കുന്നു അല്ലെ. ദൈവത്തിന്റെ ഒരു സമാധാനം ഐസക്കിന്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ ദൈവം ഐസക്കിനെ പിന്നെയും ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് വെച്ചിട്ടു പിന്നെയും അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ അല്ലെ, എത്രമാത്രം ശത്രുക്കൾ ഐസക്കിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും തകർന്നു പോകാത്ത ഐസക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിന്റെ കൈകൾ ഐസക്കിന്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ശത്രുവിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അബിമലേക്ക് അവന്റെ ആൾക്കാരുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഉടമ്പടി വെക്കുന്നതിന് വേണ്ടി. ഞങ്ങൾക്ക് മനസ്സായി യഹോവ നിന്റെ കൂടെ ഉണ്ട് അല്ലെ. യഹോവ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളുടെ ശത്രുവിന് കാര്യം പിടുത്തം കിട്ടും. യഹോവ നമ്മളെ ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഐസക്കിന് ഉയർത്തി അല്ലെ. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വെള്ളം ധാരാളമായിട്ട് ഐസക്കിന് കിട്ടാൻ തുടങ്ങി. ദൈവം ഐസക്കിന് ഉയർത്തി പണക്കാരനാക്കി, ധനവാനാക്കി, എക്സീഡിങ് ആയിട്ട് ഭയങ്കര അധികം വളരെയധികം ഉള്ള സ്വത്ത് കൊടുത്ത് എന്താ പറയണ ഐസക്കിനെ ഇസഹാക്കിനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അബിമലേക്കിനും ആൾക്കാർക്കും പേടിയായി. കാരണം ദൈവത്തിന്റെ കൈകൾ കൂടുണ്ട്. തങ്ങൾ എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും എത്രമാത്രം അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടും അല്ലെ, അത് തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത ഒരു മഹാപ്രതിഭാസം നടക്കുന്നുണ്ട് ഐസക്കിന്റെ ജീവിതത്തിൽ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ ഇങ്ങോട്ട് വരും. ഞങ്ങൾക്കൊരു ഉടമ്പടി വേണം, കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ നീ ഞങ്ങൾക്ക് ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ. നമ്മൾ ദൈവത്തിന്റെ വഴിയെ നടക്കുമ്പോൾ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ ശത്രുക്കളെ കൂടെ നമ്മളുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരും. ഫിലാഡൽഫിയ ചർച്ചിനോട് ദൈവം അങ്ങനെ പറഞ്ഞു. അവര് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലം അല്ലെ സൈറ്റന്റെ എന്താ പറയാ സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പെർസിക്യൂഷൻ നടുക്കാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷെ എന്നാലും അവര് ഫിലാഡൽഫിയ ചർച്ച് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെവലേഷന്റെ വെളിപാടിന്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെ ദൈവം ഇങ്ങനെ അവരോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ മുമ്പിൽ നിന്റെ ശത്രുവിനെ കൊണ്ട് ഞാൻ വർഷിപ്പ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴി ദൈവത്തിന് ഇഷ്ടപ്പെടുമ്പോൾ ദൈവം നമ്മൾ ഉയർത്തും. ശത്രുവിന്റെ മുമ്പിൽ ഒരു ടേബിൾ, ഒരു വിരുന്നൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം അല്ലെ. അപ്പോ ഒരു കാര്യം കൂടെ പറയട്ടെ, ഐസക് ഇവിടെ കാണിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഒരു മനസ്സാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ശത്രു എന്ന് പറയുന്നത് പിശാചിന്റെ
കയ്യിലെ പാത്രങ്ങളായിരുന്നവർ അല്ലെ. അബിമലേക്കും ആ നാട്ടിലുള്ള വ്യക്തികളും പിശാചിന്റെ കയ്യില് വെപ്പൺസ് ആയിരുന്നവര്. അവര് ഐസക്കിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഐസക്കിനോട് ഹെൽപ്പ് ചോദിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോ നോന്ന് പറയുന്നില്ല ഐസക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലെ. ശത്രുവിനെ പോലെ സ്നേഹിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. തന്റെ അടുത്തേക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ പോലും തള്ളിക്കളയുന്ന വ്യക്തിയല്ല യേശുക്രിസ്തു അല്ലെ. തള്ളിക്കളയുന്ന ദൈവമല്ല യേശുക്രിസ്തു അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ തന്റെ മക്കളെ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ ഉയർത്തുന്നവനുമാണ് ദൈവം. ഐസക്കിനെ ദൈവം സപ്പോർട്ട് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയായിരുന്നു ഐസക്കിന് അല്ലെ, മറ്റുള്ളവരെക്കാളും വലിയവനാക്കി അല്ലെ. എത്രയും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വെള്ളമില്ലാതെ പോകേണ്ടി വരുന്ന ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്ക്. നമ്മളുടെ പ്രോപ്പർട്ടി അല്ലെ, ഐസക്കിന് തന്റെ പിതാവ് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്, എബ്രഹാമിൻ്റെതാണ് ആ കിണറുകൾ. അപ്പൊ അത് സമ്മതിക്കുന്നില്ല, അത് ഉപയോഗിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് തന്റെ എന്താ പറയുന്നത്, ഇത് ടെന്റുമെല്ലായിട്ട് ആടുകളും മാടുകളായിട്ട് ഐസക്കിന് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോ അടുത്ത പ്രശ്നം ഫിലിസ്തീന്മാർ ഉണ്ടാക്കുന്നു അല്ലെ, ഗരാലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നു. അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം അല്ലെ. ഒന്നും മിണ്ടാതെ മുഖം ചുളിക്കാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഐസക്ക് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ പിടിച്ച് തൂക്കിക്കൊണ്ട് കടന്നപ്പോ അല്ലെ, ക്ലിങ് ചെയ്തപ്പോഴേക്കും ദൈവം ഐസക്കിന് വേണ്ടി വർക്ക് ചെയ്തു. അപ്പൊ അത് തന്നെയാണ് ദൈവം നമ്മളുടെ കാര്യത്തിൽ ഈ 2026 ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാള് പിശാച് അവന്റെ ടീം വഴി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴി അല്ലെ, അസുഖങ്ങളായിട്ടും അതായിട്ടും ഇതായിട്ടും അല്ല, നമ്മുടെ ജീവിതത്തിൽ അടക്കി വെച്ചിരുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന സകല അനുഗ്രഹങ്ങളെ ദൈവം ഈ കൊല്ലം പുറത്തെടുക്കാൻ പോവുകയാണ് അല്ലെ. നമ്മളെ അനുഗ്രഹിക്കാൻ പോവാണ്, അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കാൻ പോവാണ്. നമ്മുടെ ശത്രുവിന്റെ മുമ്പിൽ നമ്മളെ വലിയവനാക്കുക തന്നെ ചെയ്യും. ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, ദൈവത്തിന്റെ വഴിയെ നടക്കും, ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കുക. ശത്രുക്കളെ കൂടെ നമ്മുടെ ശത്രുക്കളെ കൂടെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ വേണ്ടി കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. ചുരുക്കം ഒറ്റ കാര്യം നമ്മൾ ചെയ്യുക, ദൈവത്തെ അനുസരിക്കുക, 100% അനുസരിക്കുക. നമ്മളുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ ജീവിതം ജീവിക്കുന്ന വ്യക്തികൾ ആണെങ്കിൽ, അവൻ പറയുന്നത് മാത്രം അനുസരിച്ചൊരു ജീവിതം ജീവിക്കുന്നവരാണെങ്കിൽ, ഗോഡിന്റെ കൈകളിലേക്ക് നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാര് ആണ് നമ്മളെങ്കിൽ, നമ്മളെ നയിക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ ശത്രുക്കളെ എങ്ങനെ നാണം കെടുത്തണമെന്നും എന്നുള്ള കാര്യം ദൈവത്തിന് യേശുക്രിസ്തുവിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് ഇവത്തിൽ നിന്ന് പറയാനുള്ളത് അല്ലെ. അപ്പോ ശത്രുവിന്റെ മുമ്പിൽ കൂടെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ വന്നു, 32ാമത്തെ വാക്ക്, ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ മുതൽ താൻ കുഴിച്ച കിണറിന്റെ വസ്തുത അവരെ അറിയിച്ചു, ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. നമ്മളെ എങ്ങനെയാണ് ഉയർത്തണം എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മളൊന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ, നമ്മള് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ, നമ്മളെ തന്നെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മള് തയ്യാറാണെങ്കിൽ നമ്മള് ഉയർത്താൻ ദൈവത്തിനറിയാം. അപ്പൊ സകല വിധത്തിലുള്ള ബന്ധനങ്ങൾ, സകല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ, ദൈവം നമ്മൾ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ അത് അനുഭവിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ശരീരത്തിന്റെ അസുഖം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യമല്ല. അസുഖം വരുന്നത് പാപത്തിന്റെ പാട്ടായിട്ടാണ്. പോവർട്ടിയും സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഏറ്റവും കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, അല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ എല്ലാം അത് നമ്മളുടെ പുതിയ ജന്മം, വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിന്റെ ജീവിതത്തിന്റെ പാട്ടായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാല്, ആടത്തിന്റെ DNA-യിൽ നിന്നിരുന്ന സമയത്ത്, ആടത്തിന്റെ മക്കളായി നിന്ന സമയത്താണ് പാപം ഉണ്ടായിരുന്നതും അവത്തിൽ നിന്നാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതും. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തം വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നമ്മളെ വാഷ് ചെയ്തതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മള് പ്രശ്നത്തിലായിരിക്കരുത് അല്ലെ. ദൈവത്തിന്റെ സമാധാനം എന്നും നമ്മൾ ഭരിക്കുന്നതായിരിക്കണം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെപ്പോഴും മനസ്സിലാക്കുക, അവനിൽ മുറുകെ പിടിക്കുക, സൊല്യൂഷൻ ദൈവമായിട്ട് കൊണ്ടുതരും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, ദൈവത്തിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളോട് കാണിക്കാൻ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ്. ഈ ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്ത് കർത്താവെ, അങ്ങിലേക്ക് ക്ലിങ് ചെയ്യാനും അങ്ങനെ ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് എന്നെ കേട്ടോട്ടിക്ക് ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ. കേട്ടെന്നെ ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.